ജോർജ്, ചന്തക്കാട് വിശ്വൻ. ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാമായിരുന്നു മരമാറ്റം. ഇയാളുടെ അച്ഛൻ. അക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാ. ഈ വിശ്വൻ അന്നേ തല്ലിപ്പൊളിയായിരുന്നു. മാഷ് ഇവനെ പ്രതി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കള്ളവൻ, കൂലിത്തല്ല്, മോഷണം എന്ന് വേണ്ട, ഒരു ഗാന്ധിയന് തീരെ അഭിമാനിക്കാവുന്നതായിരുന്നില്ല മകന്റെ പ്രവർത്തികൾ. അവന്റെ പരാക്രമങ്ങൾക്കൊക്കെ പാർട്ടി സംരക്ഷണം കൊടുക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ഞാൻ അടക്കമുള്ളവരോട് അവൻ അത്ര രസത്തിലായിരുന്നില്ല. അങ്ങനെ ഒരു നാൾ കുമാരൻ മാസ്റ്റർ കൊല്ലപ്പെട്ടു. കൂടെ സാധാരണക്കാരായ പാവപ്പെട്ട 4 പാർട്ടി പ്രവർത്തകരും. രാഷ്ട്രീയ കൊലപാതകമായിരുന്നു? അല്ല, ഒരു ഫസ്റ്റ് ഡിഗ്രി മർഡർ. ഏത് നീതിപീഠത്തിന് മുമ്പിലും മാപ്പില്ലാത്ത പാതകം. ഏതോ അടിപിടി കേസിൽ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയണമെന്ന് വിശ്വൻ ഒന്ന് പാർട്ടി ഓഫീസിൽ ഒന്ന് മാഷോട് പറഞ്ഞു. അദ്ദേഹം അവനെ ശാസിച്ചു, പുറത്താക്കി. അന്ന് രാത്രി ജയിലിൽ നിന്നും ഇറങ്ങിയ വിശ്വനാഥൻ പിന്നെങ്ങനെ ജനനേതാവായി? ഐ മീൻ, കുറെ ആളുകൾ അയാളുടെ പിന്നിലുണ്ടല്ലോ ഇപ്പോഴും. അതാണ് ഒരു ആവറേജ് മലയാളിയുടെ തലതിരിഞ്ഞ മനഃശാസ്ത്രം. ആദിശങ്കരൻ തോമസ് ലീഹായ്ക്കും ശ്രീനാരായണൻ മഹാത്മാഗാന്ധിക്കും എന്ന് വേണ്ട, അമ്മയെ തല്ലിയോനും അച്ഛനെ കൊന്നോനും വരെ അവർ ജയ പാടും. സർ, സ്വന്തം അച്ഛനെ കൊല ചെയ്യാനുള്ള അയാളുടെ മോട്ടിവേഷൻ എനിക്ക് അതിപ്പോഴും ക്ലിയർ അല്ല. മിസ്റ്റർ ചന്ദ്രദാസ്, ക്രൈംസിനെല്ലാം ജസ്റ്റിഫിക്കേഷനും റീസണും സിനിമയിലെ കാണും. വിശ്വനെ ചാടിക്കയറി അറസ്റ്റ് ചെയ്യാൻ വലിയ വിഷമമൊന്നുമില്ല. ബട്ട് ചാർജസ് മസ്റ്റ് ബി സ്ട്രോങ്. മാറരുത്, മാറ്റിക്കുകയരുത്. സർ,